ഡൽഹിയിലാണ് എൻ്റെ ഹെപ്പറ്റോളജി പ്രാക്ടീസ് ട്രെയിനിങ് ചെയ്തത്. അപ്പോൾ അവിടെ നമ്മൾ കൂടുതൽ കണ്ടുകൊണ്ടിരുന്നത് ആൽക്കഹോൾ ആൻഡ് ഹെപ്പറ്റൈറ്റിസ് ബി ആയിരുന്നു. അപ്പോൾ എൻ്റെ ഒരു വലിയ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ആൽക്കഹോൾ യൂസ് ഡിസോർഡർ, ആൽക്കഹോൾ ലിവർ ഡിസീസ് പറ്റി കൂടുതൽ പഠിക്കുക, എസ്പെഷ്യലി പറയുന്ന മൈക്രോബയോം റിസർച്ച്. നമുക്കാണ് ഏറ്റവും കൂടുതൽ മൈക്രോബയോം റിസർച്ച് പബ്ലിക്കേഷൻസ് ഈ ഫീൽഡിൽ ഇന്ത്യയിൽ നിന്ന്. ആക്ച്വലി സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ നിന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ, ഇൻക്ലൂഡിങ് സ്റ്റൂൾ ട്രാൻസ്പ്ലാന്റ്. അപ്പോൾ അത് ഇവിടെ കേരളത്തിൽ വന്നിട്ട് പ്രൊമോട്ട് ചെയ്യുക, അവർ പെർഫോം ചെയ്യുക, അതിനെപ്പറ്റി കൂടുതൽ പഠിക്കുക, അങ്ങനെ റിസർച്ച് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു മൈൻഡ്. അങ്ങനെ വന്നിരുന്ന് ഞാൻ പേഷ്യൻസിനെ കാണാൻ തുടങ്ങി. കുറേ കഴിയുമ്പോഴത്തേക്ക് കുറേ ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസിൽ, നല്ല മഞ്ഞപ്പിത്തമുള്ള പേഷ്യൻസിലൊക്കെ നമുക്ക് കാരണങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ആൽക്കഹോൾ അല്ല, വൈറസ് അല്ല, ഈ പറയുന്ന ചില മോഡേൺ മെഡിസിൻസ് കഴിച്ചാലും ലിവർ ടോക്സിറ്റി വരും. അങ്ങനത്തെ മോഡേൺ മെഡിസിൻസ് ഒന്നും ഇവർ കഴിച്ചിട്ടില്ല. ഭയങ്കര മിസ്റ്റീരിയസ് ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസ്. കുറേ ഡിഗ് ചെയ്ത് നോക്കിയപ്പം നമ്മൾ പിന്നെ ഒരു CIA മോഡിൽ കയറും. ഡോക്ടേഴ്സ് എപ്പോഴും അങ്ങനെയാണ്. ഡോക്ടറിൻ്റെ പണി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു വളരെ റിഫൈൻഡ് ആയിട്ടുള്ളൊരു ക്രൈം ത്രില്ലറുമാരുള്ളൊരു ലൈഫാണ് ശരിക്കും ഡെയിലി. അപ്പം അങ്ങനെ കുത്തി നോക്കിയപ്പം ആണ് ഈ ഇതര വൈദ്യങ്ങൾ, അതായത് ഓൾട്ടർനേറ്റീവ് മെഡിസിൻസ് പലതും ഈ പേഷ്യൻസ് കഴിക്കുന്നുണ്ട്. ഹോമിയോപ്പതി മുതൽ ആയുർവേദം, സിദ്ധ, യുനാനി എല്ലാം ഉണ്ട്. അങ്ങനെ കുറേ, അതുമാത്രമല്ല ഡയറ്ററി സപ്ലിമെൻറ്റ്സ്, ഹെർബൽ സപ്ലിമെൻറ്റ്സ് അങ്ങനെ എടുക്കുന്ന ആൾക്കാർ. അവരിലൊക്കെയാണ് നമ്മൾ ഈ മഞ്ഞപ്പിത്തം ഡയഗ്നോസ് ചെയ്യുന്നത്. മഞ്ഞപ്പിത്തം എന്ന് പറഞ്ഞാൽ രോഗലക്ഷണമാണ്, രോഗം അതല്ല. രോഗത്തിൻ്റെ കാരണം ഈ ഹെർബൽ ലിവർ ഇഞ്ചുറിയാണ്, ഈ ഡ്രഗ് ഇൻഡ്യൂസ് ലിവർ ഇഞ്ചുറിയാണ്. അപ്പം അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസിനെ നമ്മൾ കാണുകയുണ്ടായി. അപ്പം ഈ പേഷ്യൻസിനെയൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു. ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഇവരെ ട്രീറ്റ് ചെയ്യാൻ. ബിക്കോസ് ഇവർ കഴിക്കുന്ന 1-2 പ്രോഡക്ട്സ് അല്ല, മൾട്ടിപ്പിൾ പ്രോഡക്ട്സ് കഴിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ പ്രോഡക്ട്സിനൊക്കെ എതിരെ കൊടുക്കാനുള്ള മരുന്നും നമ്മുടെ കയ്യിലില്ല, ആൻറ്റിഡോട്ട്സ് ഒന്നും ഇല്ല. ഭയങ്കര കോംപ്ലക്സ് ലിവർ ഇഞ്ചുറിയാണ്. അപ്പം അങ്ങനത്തെ പേഷ്യൻസ് ഒന്നെങ്കിൽ അവർ റിക്കവർ ചെയ്യും, അല്ലേ അവർ മരണപ്പെടും, അല്ലേ അവർ ട്രാൻസ്പ്ലാന്റിന് പോകും. ഈ റിക്കവറി എന്ന് പറയുന്നത് ഭയങ്കര റെയർ ഇവൻ്റാണ്. അപ്പോൾ ഐദർ ട്രാൻസ്പ്ലാന്റ് അല്ലെങ്കിൽ ഡെത്താണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറേ പേഷ്യൻസിനെ നമ്മൾ കൂടുതൽ കാണുകയുണ്ടായി. അപ്പോൾ ഇതിനെപ്പറ്റി ഞങ്ങൾ പഠനം ചെയ്തു. ഫസ്റ്റ് പബ്ലിക്കേഷൻ ആയുർവേദ മരുന്നുകൾ മൂലം കരൾ രോഗം ഉണ്ടാകുമെന്നുള്ളതിൻ്റെ പഠനം എൻ്റെയാണ്. ഫസ്റ്റ് 2017 ഇന്ത്യൻ ജേണൽ ഓഫ് ഗ്യാസ്ട്രോളജി പബ്ലിഷ് ചെയ്തു. അത് അമേരിക്കയിൽ പോയി ഞാൻ പ്രസൻറ്റ് ചെയ്തു. എനിക്കൊരു അവാർഡ് കിട്ടി. എനിക്ക് ഇവിടെ വന്നപ്പോഴത്തേക്ക് IMA അതിൻ്റെ ഒരു അവാർഡ് തന്നു. കുറേ അവാർഡുകൾ മേടിച്ചു കൂട്ടി. പക്ഷേ ഡെയിലി ഞാൻ പേഷ്യൻസിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മൾ ഈ OPDയുടെ 4 ചുറ്റിലും ഇരുന്ന് പേഷ്യൻസിനെ ചികിത്സിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. നമുക്ക് വി ഹാവ് ടു ബ്രേക്ക് ദ വാൾസ്. ഈ മതിലുകളൊക്കെ പൊളിച്ചിട്ട് നമ്മൾ പബ്ലിക്കിൻ്റെ അടുത്ത് ഇതിനെപ്പറ്റി പറയണം. ബിക്കോസ് അൾട്ടിമേറ്റ്ലി നമുക്ക് എന്താ വേണ്ടത്? എനിക്ക് ഈ പേഷ്യൻസിനെ കാണേണ്ട ഒരാവശ്യമില്ല, ഈ പേഷ്യൻസ് വരേണ്ട ഒരാവശ്യമില്ല. ബിക്കോസ് ഇതൊരു അവോയ്ഡബിൾ ഡിസീസാണ്, അവോയ്ഡബിൾ ഇഞ്ചുറിയാണിത്. അതായത് ഇങ്ങനത്തെ അൺനെസസറി എവിഡൻസ് ഇല്ലാതെ പല ക്ലെയിംസ് വെച്ചിട്ട് ചുമ്മാ വിൽക്കുന്ന ഇങ്ങനത്തെ ഈ സപ്ലിമെൻറ്റ്സും ഹെർബൽസും കഴിച്ച് ലിവർ ഇഞ്ചുറി ഉണ്ടാക്കേണ്ട ഒരാവശ്യവും നമുക്കാർക്കും ഇല്ല. അപ്പോൾ അതിനെപ്പറ്റി ടീച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങിയതാണ്. അപ്പോൾ അങ്ങനെ ആ പബ്ലിക് പേഴ്സണ ആദ്യം ഉണ്ടായത്. ഇപ്പോൾ ഓൾട്ടർനേറ്റീവ് മെഡിസിൻ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് പ്രാക്ടീസസ് ആർ ഹാംഫുൾ. ഇത് നമുക്ക് പ്രശ്നം തരും, ഇതിൽ സൈഡ് എഫക്ട്സ് പലതും ഉണ്ട്, നമ്മൾ വിചാരിച്ച പോലെ അത്ര സേഫ് നാച്ചുറൽ അങ്ങനെ അല്ല എന്നുള്ളതിൻ്റെ കാര്യങ്ങളെപ്പറ്റി പറയാൻ വേണ്ടിയാണ് നമ്മൾ ഈ OPD സയൻറ്റിസ്റ്റ് റിസർച്ചർ എന്നുള്ള ആ ഒരു റോള് മാറി ഒരു പബ്ലിക് ഹെൽത്ത് ആക്ടിവിസ്റ്റും കൂടെ ആയത്. അപ്പം ഇത് ബേസിക്കലി ഒരു ഡോക്ടറുടെ കടമയാണ്. ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡു നോ ഹാം ആണ്, സെക്കൻഡ് ഇസ് ടു ടീച്ച്, എഡ്യൂക്കേറ്റ് ദ പബ്ലിക്. വില്യം ഓസ്ലർ പറഞ്ഞ എന്താണ്? ദ ഫസ്റ്റ് തിങ് ദാറ്റ് എ ഡോക്ടർ മസ്റ്റ് ഡു is to make sure or educate the public that they don't need medicine.